കണ്ടിട്ട് എന്റെ മുന്നിൽ ഇത്ര നേരം ഉണ്ടായിട്ട് കണ്ടോ? ഇത് ഇത്ര നേരം കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ ഒരു സെക്കൻഡ് കൂടെ വന്നപ്പോ ഞാൻ കണ്ടു. എടുത്തൊക്കെയല്ല കോട്ടക്കൊന്ന് തരലേക്കാരം കേട്ടോ. നല്ല കരുതണ്ടത് നിങ്ങൾ കാണുമ്പോ നിങ്ങൾ എടുത്തേക്ക. ഞാനേ അനക്ക് ഇവിടെ ചെല്ലും ചെലവും തന്നാണ് അന്നെ ഇവിടെ വളർത്തുന്നത്. ചെലവും തരണ്ട ചെലവും നിങ്ങൾക്കാണ് ഇവിടെ. അഴകാലിലെ മഞ്ഞച്ചരടിയിലെ അപ്പം മഴവില്ലൻ കസവുളയും അപ്പം. അപ്പൊ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അന്തല്ല ആരെങ്കിലും ഇതിക്ക് കൊണ്ടുവരാനൊരു പരിപാടി ഉണ്ട് ചാനലിക്ക്. കാരണം ഇവിടെ ഒറ്റ ഒന്നിനും അന്തല്ല. എല്ലാ പെണ്ണുങ്ങളാരും ഇരുമ്പിന്റെ ചട്ടിയാണ് ഉപയോഗിക്കുക. അതാ പറയുന്നത് കേടെന്ന് പറഞ്ഞ 2 കൊല്ലം കഴിഞ്ഞേ. ഇരുമ്പിന്റെ ചട്ടിയാണ് എല്ലാരും ഉപയോഗിക്കല്. എന്തോ പുക ചോയ്ക്കുണ്ട്. ഇതെന്തെങ്ങനെ പുതിയ ചോറ് തിന്ന് വെച്ചതാ? അങ്ങനെ എന്താ ചിരിച്ചത്? ക്യാമറ ഓൺ ആക്കുമ്പോത്തിന് വിളിച്ചാ നിക്കുന്നേ. എന്തിനാ ചിരിക്കണത് പറയേ ചിരിക്കണത്? അല്ലടി അബ്രൊക്കെ സ്കൂളിട്ട് വന്നോ? ടൂറ് പോയി വന്നാവല്ലേ? കൊണ്ടുവരാ ചെല്ലണ്ടി വരും. അപ്പൊ ഗൈസ് മോനിക്കൽ ആയിഷം ഇവിടെ വേദികൾ എത്തിയിട്ടുണ്ട്. ഓൽക്ക് ആ പാട്ടൊക്കെ ഇട്ട് ചാടിക്കളിച്ച് പോണ്ടേ, അതിനാണത്. എന്താ അവസ്ഥ? കടന്നുറങ്ങിയോ ബസ്സിന്ന്? മടങ്ങുമ്പോ ചിലപ്പോ ഉറങ്ങിയേക്കൊക്കെ കൊഴങ്ങിക്കും. സീറ്റ് ഒറ്റക്ക് പോയിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് പോണത്. ഞാൻ പറഞ്ഞേ എന്തിനേലും അത് വേണം ഇത് വേണം പറഞ്ഞ് വാശി പിടിച്ചാല് ഓല അവിടെ ഇട്ടാണ് പോരും. ഞാൻ ഇപ്പച്ചിയും കൊണ്ടുമാരി കൊണ്ടുവരും. പുറത്തുള്ളപ്പം പോയാൽ ചിലപ്പോ അങ്ങനത്തെ കേടൊന്നും ഉണ്ടാവില്ല അല്ലേ? നല്ലതാണ് ഇങ്ങനെ ഒറ്റക്ക് പോകണ മാതിരിയല്ലല്ലോ. കുട്ടികളൊപ്പം കൂടി പോകുമ്പോഴേ അത് ടീച്ചർമാർ വാങ്ങിക്കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ഒരേ മാതിരി വാങ്ങിക്കൊടുക്കും. അല്ലാതെ ഒറ്റക്ക് വാങ്ങണതൊക്കെ ഒരേപോലെ വാങ്ങുള്ളൂ. അല്ലാതെ ഒരാൾക്കായിട്ട് വാങ്ങിക്കൊടുക്കൂല, ഒരാൾക്കായിട്ട് വാങ്ങാൻ പൈസയും കൊടുക്കാൻ പറ്റൂല. ചില തള്ളാരുടെ കുട്ടികളെ സ്നേഹിച്ച് പൈസ ഒക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. പൈസ കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അതിനല്ലേ നമ്മള് പൈസ കൊടുത്തിക്കണത്. 800 റുപ്യ അതിനല്ലേ കൊടുത്തിക്കണത്. എന്താ പിന്നെ സ്നാക്സ് എന്തേലും കൊടുക്കാൻ പറഞ്ഞു. ബിസ്ക്കറ്റോ മിക്സറോ ഓൽക്ക് ബസ്സിന്ന് തിന്നാനൊക്കെ അത് നമ്മള് കൊടുത്തു. എന്ത് അതിനാ സങ്കടം? ഓൻക്കൊരു പാക്കറ്റ് കൊടുത്തു ഫുള്ള് ഇറങ്ങാണ്ട്. തട്ടിട്ടോക്കാ അപ്പൊ ഇങ്ങനെ ഒലത്താൻ മതിയിലോ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാവോ? ഏതാ തിന്നാൻ പാടില്ല? ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് അത്രയും തിന്നാൻ പാടില്ല. ഓറിയനൊന്നും തീരെ കൊടുക്കാൻ പാടില്ല. ഓറിയനോ അപ്പൊ ഇന്നലെ നാളുണ്ട് ഉപ്പട്ട് പറയണേ ബിസ്ക്കറ്റ് തിന്നാൻ പാടില്ല. ഒന്നും തിന്നാൻ പാടില്ല. ചോറിന് തിന്നാൻ പാടില്ലല്ലോ. ചോറ് തിന്നീനെന്താ അരിയല്ലേ? അറിയില്ല. ചോറ് മായം മന്ത്രമൊന്നുമില്ല. ചോറിന് വരെ മായുണ്ട്. ഇല്ല, ചോറ് നമ്മള് വെച്ചുണ്ടാക്കണം. ആ ചെരുപ്പിട്ടാണ് കയറുന്നത്. ഷുഗർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ പറ്റൂല. നിങ്ങൾ ഉപയോഗിക്കണ ഈ മസാലപ്പൊടികളിൽ എല്ലാത്തിലും പ്രശ്നമാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞാല് ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പ്രേമിയാണ്. ഇപ്പൊ ഫേസ്ബുക്ക് ബിസ്ക്കറ്റ് എന്നുള്ള ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കണെങ്കിൽ കൊടുക്കാം ഫ്രൂട്ട്സ്, പക്ഷെ അതും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ. കാരണം ഫ്രൂട്ട്സും തന്നെ വിഷം അടിച്ചിട്ടോ. എന്ത് ഞാൻ തിന്നൂല. ഇപ്പൊ തിന്നും ബേക്കറി പറ്റില്ലാറില്ലേ? തിന്നാൻ പറ്റൂല. പക്ഷെ ഇപ്പൊ കുട്ടികളെ ഞങ്ങൾ പോയേട്ടോ അബ്രുവിന്റെ അടുത്ത്. പോട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ. ഞാൻ കൊണ്ടുപോയാണ് വരാം. ഞാൻ സ്കൂട്ടർമേലാണ് പോണതേ. കാറിലൊന്നും പോകാൻ പറ്റൂല. അവിടെ ആകെ തിരക്കീകാരം. ഇറങ്ങിക്ക. അങ്ങനെ ഗൈസ് നമ്മുടെ അബ്രഹാം ഖുറേഷി ഇതാ ഇറങ്ങിക്കടാ ജിബ്രാനെ.
എന്ത് ആ ആ എന്ത് ആ ഇപ്പൊ സിൽസിലാന്നല്ലോ ഇപ്പൊ ജന്തുസിലാന്നല്ല അറിയാ ചോദിച്ചോക്കാ ടൂർ പോയിട്ട് എങ്ങനെ ഉണ്ടാവും പറ അതാണ് ഞങ്ങൾക്ക് കേക്കണ്ടേ ചേട്ടാജി ജലത്തിലും കേറിയോ വെള്ളത്തിൽ കേറിയാലേ നിങ്ങളെ മുങ്ങിച്ചാവുക എഴുതിട്ടാണതേ തീർച്ചയാണ്ടേ പിന്നെ അമീബൊക്കെ ഉള്ളതല്ലേ ക്ലീൻ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരും അതുകൊണ്ടാണ് സങ്കടമായിരുന്നിട്ട് വെള്ളത്തിൽ ചാടായിട്ട് ഇങ്ങനെ 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 കറങ്ങണിരുന്നാണല്ലോ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും നാള് അതിൽ കയറിയോ സത്യം പറയേ പേടിയില്ല ഇനി എന്തിന് എന്ത് അമ്മച്ചിനെ കാണാനോ സ്കൂളിൽ നിന്ന് വിളിച്ചോക്കിയ ടൂർ പോയ അടുത്തുനിന്ന് എന്നിട്ട് എന്താ ടീച്ചർ എന്താ പറഞ്ഞേ ബസ്സിന്നോ പോന്നപ്പോഴോ ഏതെങ്കിലും കുട്ടികളെ വികൃതി എന്തെങ്കിലും കാട്ടിയോ ഇനി പോവില്ലല്ലോ അത് എനിക്ക് നല്ല ഒളിച്ചല്ലേ ജി എന്താ ഓൻ്റെ ഒരു സപ്പോർട്ട് ഈ വള്ളി ശരിയാക്കി തന്നില്ല അപ്പൊ ടീച്ചർ അപ്പൊ പറഞ്ഞോ വെള്ളം കാണാതായി ഇതിലൂല അവിടെ ചെന്നിട്ടല്ലേ വെള്ളക്കുപ്പി കാണാനല്ല നല്ല കുപ്പി എടുത്തച്ഛന് മറ്റേ ഇതേ പാൽകുപ്പി അതാ പിന്നെ ഞാമല്ലാതെ കണ്ട എന്ത് വെള്ളം കുടിച്ചിട്ടില്ലാന്നോ അപ്പൊ ടീച്ചറിനോട് ചോദിക്കണേ അയാന്റെ കുപ്പീന് വെള്ളം കുടിച്ചു കുടിച്ചിട്ടില്ല കുപ്പി തന്നത് വെള്ളക്കുപ്പി അതല്ലേ കാണാനില്ലായിരുന്നത് പിന്നെ എനിക്ക് വെള്ളത്തിന് ദാഹിക്കുണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചൂടെ കുട്ടികളോട് ചോദിച്ചപ്പോ തന്നില്ല എനിക്ക് അയാൾക്ക് തന്നില്ലേ അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് അയാനോട് എന്താ പറയാനുള്ളത് നന്ദി പറയാല്ലേ താങ്ക്സ് ഒന്നുമില്ലേ എന്നാ പറയ് ഇങ്ങോട്ട് നോക്കി പറ ഉറക്കെ എന്തിന് നീ പോയി കടന്നിറങ്ങിക്കോളെ മമ്മേക്കണേ നിക്കണേ എന്നെ കാണാൻ പൂതിയേക്കണ അറിയാണ്ട് അങ്ങനെ എന്താണ് അറിയണെന്താ എന്താണ് കുഞ്ഞു മുഖം മാറേണ്ട ഗായ്സ് അപ്പൊ രാവിലെ തന്നെ കുഞ്ഞോൾ അടുക്കളയിൽ അറമാദിക്കുകയാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട്. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ കുഞ്ഞോളെ? അപ്പത്തേക്ക് എന്താണുള്ളത് സ്പെഷ്യൽ കുഞ്ഞോളെ? അതിലേക്ക് എന്താണ് തൊട്ട് കൂട്ടാനുള്ളത് കുഞ്ഞോളെ? ഗൈസ് അപ്പോൾ എഗ് ബോയിലറിലാണ് ഞങ്ങള് കോഴിമുട്ട പുഴുങ്ങാറുള്ളത്. അപ്പൊ കോഴിമുട്ട ഇതാക്കണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണുള്ളത് പറഞ്ഞത്? അപ്പൊ ഈ ഞായ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിലെങ്ങനെ വെച്ചാല് കുടിച്ചാൽ കഴിഞ്ഞു. തുടങ്ങി അവിടെ തുടങ്ങി. എന്താടാ ഞാൻ ഇവിടുന്ന് വന്നാൽ നല്ലോണം കിട്ടും. ഇതെങ്ങനെ സാർ വെള്ളം കൊണ്ട് അപ്പം ചൂടല്?
നമ്മളിങ്ങനെ ലൂസായിട്ട് ഇത്ര ഇത് മറ്റേ അപ്പാണ്, സാധാ ചീയപ്പാണ്. മറ്റേ വട്ടത്തിലുള്ള ചെറിയ വട്ടല്ല അല്ലേ? അതിന് ഇത്ര ഇതാക്കണ്ട. അതുകൊണ്ട് ഉമ്മാക്കൊക്കെ റവയാണോ അറിയില്ല, റവ കൊണ്ട് തന്നെയാണോ ഒരു മധുരമുള്ളൊരു തേങ്ങയൊക്കെ ഇട്ടുണ്ട്. അരിപ്പൊടി ഉണ്ടോ? അരിപ്പൊടിയാണ്, എനിക്കറിയൂല. ഒരു മധുരമുള്ള അപ്പം. അങ്ങനത്തെ അപ്പല്ലേ? മധുരക്കാര റവയാണ് അതിലുണ്ടാകുക. ഈ ഫ്രൈഡ് പാനൊക്കെ പോയിക്കണല്ലോ, ആകെ പിന്നിലുണ്ട്. മാമ വന്നിക്കണം കേട്ടോ. മാമക്ക് രാവിലെ തന്നെ കുഞ്ഞോള് ഗേറ്റ് തുറന്നു കൊടുത്തില്ല. എന്താ റാഷിദ, ആ മാമ എത്ര നേരമായി അവിടെ? അപ്പൊ എന്ത് ഞാൻ തുറന്നിക്കണേ എഴുതിക്കണേ. ഞാൻ മൊബൈൽ മേലെ ഇങ്ങനെ കണ്ടിട്ട് നിൽക്കും, ഉറക്ക് പിരാന്തിലല്ലേ ഞാൻ തുറന്ന്. അപ്പൊ അത് ഒന്ന് പൊന്തിച്ചണ അതിന്റെ അത് പിന്നെ നോക്കിയപ്പോ ഇനായ മാത്രം ഗേറ്റിന് ഞാൻ മാമ തെറ്റിപ്പോയി എഴുതി. അപ്പൊ മാമ മീൻ വാങ്ങാൻ പോയിക്കണേ. അപ്പൊ മീൻ വാങ്ങിയിട്ടുണ്ട്. നമ്മള് വാങ്ങിയ മീൻ ഇത് മാമ വാങ്ങിയല്ലേ? എവിടെ നമ്മളെന്താ വാങ്ങിയെന്ന്? അയിലാണല്ലേ? അപ്പൊ കേസ് നമ്മളിന്ന് അയിലാണ് വാങ്ങിയത്. ചെറിയ അയില് അല്ലല്ലേ, രണ്ടായിട്ടുണ്ടോ ഒന്നല്ലേ? മറ്റേ നോൺ സ്റ്റിക്കിന്റെ ചട്ടി കേടന്നിട്ടേ ഇനി വാങ്ങണ. ഈ കാക്കല്ലേ അതില് ഞാൻ ചൂടലില്ല. ഞാൻ ഈ ഗ്യാസ്മലല്ലേ ചൂടല്ല. അത് ചൂടാകണമെങ്കിൽ തന്നെ കൊറേ നേരം അതൈമലാക്കല്. ഇതിലാതിലെന്നെ നോൺ സ്റ്റിക്കിന്റെ തന്നെ ചൂടല്ലേ? ഇമ്മീഡിയറ്റ് ചൂടായ എളുപ്പമുണ്ട്. ചൂടാകാൻ പണിയുമാണ്. അത് മറ്റേ ഇന്റാലിയ വെക്കണ മാതിരിയാണ്. പക്ഷെ ചട്ടി കംപ്ലൈന്റ് ആയിക്കണത് അടിഭാഗം. അത് രണ്ട് ചട്ടി വാങ്ങുന്നുണ്ട്. തുടങ്ങി മണ്ടിനീല. അതല്ല, അപ്പം ചുടുന്ന ശരിക്കും ഇത് ഫ്രൈ പാനാണ്. മറ്റേ അപ്പം ചുടുന്നത് കേടന്നിട്ടാണ് ഇതില് ചുടുന്നത്. ഇപ്പൊ അതില് കിട്ടൂല, അടിത്ത ഇത് പോയിട്ടേ പൊട്ടി പിടിച്ചൽ തുടങ്ങിയിരിക്കണം. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഓരോ പാത്രങ്ങളുണ്ട്, അതന്നെ യൂസ് ചെയ്യണം. അപ്പത്തിന് ശരിക്ക് ആ ഇരുമ്പിന്റെ ചട്ടിയാണ് ഉപയോഗിക്കുക. എല്ലാ പെണ്ണുങ്ങളാരും ഇരുമ്പിന്റെ ചട്ടിയാണ് ഉപയോഗിക്കുക. ഇനിയിപ്പോ അതാ പറയുന്നത്, കേടെന്ന് പറഞ്ഞ 2 കൊല്ലം കഴിഞ്ഞേ. ഇരുമ്പിന്റെ ചട്ടിയാണ് എല്ലാരും ഉപയോഗിക്കല്. അത് ഉപയോഗിക്കൂലല്ലോ ഇവിടെ. വിറകടുപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളെ ഗ്യാസ് തീരുകയാണ്. ഈ ചട്ടി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളെ ഗ്യാസ് തീരുകയാണ്. ഗ്യാസ് ഇപ്പൊ 2 കുറ്റി നിറച്ചിക്കണല്ലോ. പിന്നെ എത്താ ആദ്യമായിട്ട് ഈ പരിയിൽ എന്നിട്ട് ആദ്യമായിട്ട് 2 കുറ്റി ഒപ്പം നടക്കണേ. പൈസക്കാരായി നമ്മള്. ഗൈസ്, എന്താ വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖമാണല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പത്തിലേക്ക് കറിയില്ലാത്തൊരു ജീവിതം. നമ്മളെ പഴയ വീടൊക്കെ കണ്ട് ചിരിച്ച് കണ്ടല്ലേ ഉറങ്ങിയത്. അതെ ഗൈസ്, ഇന്നലെ നമ്മളെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ചിരിച്ച് അങ്ങോട്ട് ചത്തിട്ടില്ല എന്നുള്ളൂ. കാരണം ചാകടിയുടെ തൊട്ട് മുന്നേ ഇബ്രു ഇഞ്ഞോടാറും തന്തേ വിളിച്ചുല്ലേ? ഇന്ന് തന്ത വിളിച്ചിട്ടില്ല നാള് ഒരു ദിവസം. ഇന്നലെ നമ്മൾ കണ്ടത്. ഇബ്രാഹിം ഇവിടെ എന്താ? ഇവിടെ വാ. വല്ലോം തേക്കലില്ല, ഇവിടെ വാ. എന്താണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോട് ഒൽത്താനുള്ളത്? പറ 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 എന്താണ് ഒൽത്താനുള്ളത്? ഇജ്ജെന്നാ ടൂർ പോണേ? ജിബ്രക്കുട്ടി സൂപ്പറാട്ടോ ഗൈസ്. അതെല്ലാം കൊണ്ടും ഭയങ്കര അതായത് ഞമ്മക്കന്നെ മനസ്സിന് കുളിര് കോരുന്ന രീതിയിലൊരു ടൈപ്പ് പൊട്ടനാണ് അവൻ. എനിക്ക് എത്ര മാർക്ക് കിട്ടുന്നില്ല എനിക്കറിയാം. അപ്പൊ ഗൈസ്, ഇബ്രുവിന്റെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അന്തല്ല. അപ്പൊ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അന്തല്ല ആരെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരാനൊരു പരിപാടി ഉണ്ട് ചാനലിക്ക്. കാരണം ഇവിടെ ഒറ്റ ഒന്നിനും അന്തല്ല. കുഞ്ഞോക്ക് തീരെ നിങ്ങളാണ് ഇവിടെ മൂത്ത ആള്.
നിങ്ങളതാണ് ഇവിടെ ഏറ്റവും മൂത്തകള അതിന് തീരിയില്ല. അഴകാലിലെ മഞ്ഞച്ചരടിയിലെ അപ്പം മഴവില്ലൻ കസവുലയും അപ്പം. ഇപ്പൊ ഗ്രീൻ ടീ കുടിക്കല്? അതിനാണ് ഈ വെള്ളം വെച്ചിരിക്കുന്നത്. ഒരു ലോഡ് വെള്ളം, 2 ലിറ്റർ വെള്ളമാണിത്. ഇതുകൊണ്ട് വല്ല മാറ്റം ഉണ്ടോ? അപ്പോ ഞാനിപ്പോ 49 കിലോരോ 54 ഉള്ളിന്ന് 49 ഇപ്പൊ എങ്ങനെ കൊറേ ആക്ക ഒരു ഡ്രമ്മിലാണ് വെള്ളം. ഇത് ഈ ഗ്രീൻ ടീ ഈ കണ്ടില്ലേ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും? 2 ലിറ്റർ വെള്ളം ബോട്ടിലുണ്ട്, 2 ലിറ്ററിന്റെ ബോട്ടില്. അപ്പൊ ഞാൻ എന്തൊരു ഓയിലി ടൈപ്പ് സംഭവം ഉണ്ടല്ലോ, എന്തോ ചൂടാകണോണ്ടാ? ചൂടാക്കണോണ്ടാണ്. എന്നിട്ട് ഈ ഗ്രീൻ ടീ ഇട്ടുങ്ങാണ്ട് വെള്ളം തിളപ്പിച്ചുങ്ങാണ്ട് ആ വെള്ളം അങ്ങനെ കുടിച്ചു. അത് എപ്പോഴാന്നൊന്നുമില്ല, പൊതുവെ ഇത് രാവിലെ അങ്ങനെയൊക്കെ കണക്കൊക്കെ ഉണ്ട്. വെള്ളം യൂസ് ചെയ്യാലോ. ഇത് ഫുൾ ടൈം ഇത് കുടിച്ചു. അൽഹംദുലില്ലാ. ടിഷ്യൂ പേപ്പറാണ് തുമ്മണത്. ഷിഫാസ് ഗ്രീൻ ടീ അല്ല, ഷിഫാസ് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ഉണ്ട്, സ്ലിം ടീ ഉണ്ട് അല്ലേ? സ്ലിം ടീ ഉണ്ട്. ഞാനിപ്പോ ഗ്രീൻ ടീ ആണ് കൊടുക്കുന്നത്. പക്ഷെ കായ് കൊടുക്കുന്നുണ്ട് ഗൈസ്. 100 അല്ലേ? അതിന് 100 സംതിങ് ആണ്. ഗ്രീൻ ടീക്ക് 140 ഉള്ളൂ, 100 സംതിങ് ഉള്ളൂ. 200 ഉള്ളിലാണ്. മറ്റേ സ്ലിം ടിക്കാണ്. സ്ലിം ടിക്കാണ് വില 500-600 ഒക്കെ കൊടുക്കണം അല്ലേ? പക്ഷെ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. കറക്റ്റ് അറിയില്ല കേട്ടോ, അത് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി. അൽഷിഫ മുനിക്കൽ ഇൻസ്റ്റഗ്രാമിൽ പോയി കണ്ട് ചോദിച്ചാൽ മതി. ആ അപ്പം ചൂടാൻ കുഞ്ഞോളെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒറ്റ വൃത്തി ഉണ്ടാവില്ല കാര്യം. അല്ലെങ്കിൽ അതിന്റെ കോലം നോക്കാം, ഒരു ഡിസൈൻ ഒന്നും, ഒരു അലൈൻമെന്റ് ഒന്നും ഒരു ക്ലിയർ ഇല്ല. ഇനിയിപ്പോ ഇതിലെ കറിമലുള്ളൊരു പ്രതീക്ഷ അതുണ്ടാക്കാത്തോണ്ട് ആ കാര്യത്തിൽ ബേജാറാണ്. എന്ത് മട്ടപ്പം അങ്ങോട്ട് വന്ന് ഇങ്ങനെ നിന്നോക്കട്ടെ. നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളാണ്. അപ്പം എന്താ പറയുക, കറി ഇല്ലെങ്കിലും അത് ചൂടോടെ തിന്നണീലൊരു രസമുണ്ട്. പച്ചപ്പൊടി എന്താ രസം എന്ന് പറയണ്ട, സാധാ പച്ചപ്പൊടി അടിക്കാറില്ല, അതേമാതിരി പച്ചപ്പൊടിയാണ് ഞങ്ങളെ ചെറിയ കുറവുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കറിക്ക് മേച്ചോ. ഇതെന്താണ്, ഇതെന്ത് വന്ന് പറിച്ചാണിത്? അബ്രുവാ ഇവിടെ എന്താ പൊറുക്കി കൊണ്ടുവന്നാണ്. എവിടുന്നാണ്? നമ്മളെ ഞാൻ ക്യാമറയുടെ സ്റ്റാൻഡുള്ള സാധനം അങ്ങനത്തെയൊക്കെ കിട്ടിയാൽ വേഗം വെച്ചിട്ട് കൊണ്ടുവന്ന് തരാ. ടിഷ അതൊക്കെ വായിലിട്ടാലേ ഇവിടെ കൊല്ലിയിലാണ് കുടുങ്ങി നിക്കും. അത് മനസ്സിലായോ? ഞാൻ എന്റെ തൊള്ളിക്കിടാൻ നോക്കിയേ. ഓയെന്നോ ഓയെന്നോ ജോയെന്നോ ജോ ആയിക്കോട്ടെ കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പുറത്ത് പോയി കാണത്തിൽ കഴിച്ചു വെച്ചോ. ഓക്കെ, കറി ഒന്നും ആയിട്ടില്ലല്ലോ, എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ പറ്റും. എവിടേക്കേ ചായ റാഷിദാ എവിടെയാണ്? എന്നാ ഞാൻ അരി കഴിഞ്ഞു പറയാണ്. ഇങ്ങനെ കിനി കിനി ആരാ നിൽക്കണ്ട കേട്ടോ. പള്ള അരച്ച് ചോറുന്നുണ്ടി. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ആരാ നിൽക്കണ്ട. എന്നാ എടുത്താ ഏറ്റിക്ക ഇജ്ജല്ല ഔ
എനിക്കവിടെ പൊന്തിയാലത് ഞാനോന്ന് വെച്ച് വെങ്കട്ടാന്റെ തലയിൽ വെച്ച അവൻ്റെ തലയിൽ വെച്ചെടുത്ത ഒന്നായിട്ട് വെയിറ്റ് കൊടുക്കരുത് കേട്ടോ ബെൻഡാണ് ആക്കണേ ഒടിയുണ്ടോ ആ ഊരൊടിയും അല്ല ഊര പോവും പൊന്താത്ത സാധനം എടുക്കണ്ട 10 കിലോനാണ് സിൽക്കരി അല്ലേ നമ്മള് വെക്കല് പ്രശാബ്ദ എത്ര 350 10 കിലോന് 35 റുപ്യക്കാര അപ്പോൾ ആ ഞാൻ പൊറാട്ടി ഇതും കഴിച്ച് എന്തുകൊണ്ട് അയിലോണ്ട് ഞാൻ അയിലക്കറിയും കൂട്ടി പൊറാട്ട തന്നെ എനിക്കൊരു പൂതി നമ്മൾ അയില വാങ്ങിയപ്പോ അതുകൊണ്ട് കാര്യമില്ലല്ലേ ഞാൻ അപ്പൊ പൊറാട്ട എന്നില്ലേ എനിക്ക് അയിലക്കറി വെക്കാൻ കഴിയും പോകുമ്പോ പറഞ്ഞു അയിലക്കറി വെച്ചാൽ നിങ്ങൾക്ക് അപ്പത്തേക്ക് നേരെ പറഞ്ഞാൽ രാവിലെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം അപ്പൊ നിങ്ങൾ ചോറ് വേണ്ടി വരില്ല എൻ്റെ അഭിപ്രായത്തില് വൈകുന്നേരം തിന്നുമല്ലെങ്കിൽ ഉമ്മ പോയാവോ കേൾക്കാറല്ലേ ചുമ്മാ ചിറ്റല്ലേ ചിറ്റല്ലേ ഓളെ മടിക്കൊന്ന് വെച്ചെടുക്കുവാന്ന് നീ ആയിക്കും കൊടുത്താ അന്ന് ആദ്യം മുല്ലക്കടവിൽ ചക്കര മുത്തിനെ കാണുമ്പോൾ എന്തെല്ലാം മിന്നി മറയണ സുന്ദരിയാണെന്റെ രാജത്ത് അമ്പിളിയെ പോലെ താരകം മിന്നി മറയും പോൽ കുട്ടിയൊക്കെ അങ്ങനെ എന്തെങ്കിലും കിട്ടുക എന്റെ ചവിട്ടാൻ ഇടിയൊക്കെ കിട്ടാം മനസ്സിലാക്കി വെച്ചാൽ ഇതിലിപ്പോ ആ സ്റ്റാപ്ലെയറിന്റെ പിന്നെ ഈ പിന്ന് വേടോൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് കണ്ടിട്ട് എന്റെ മുന്നിൽ ഇത്ര നേരം ഉണ്ടായിട്ട് കണ്ടോ ഇത് ഇത്ര നേരം കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇപ്പൊ ഒരു സെക്കൻഡ് കൂടെ വന്നപ്പോ ഞാൻ കണ്ടു എടുത്തക്കല്ല കോട്ടക്കൊന്ന് തരലേക്കാരം നല്ല കരുതേണ്ടത് നിങ്ങൾ കാണുമ്പോ നിങ്ങൾ എടുത്തേക്ക അല്ലാതെ ഞാൻ എന്നെ എടുത്തച്ചാലേ അത് എടുത്തേക്കുള്ളൂ അല്ലാതെ പോകുള്ളൂ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ എന്നോട് ഒരു സ്വഭാവം ഉണ്ട് കുട്ടികള് കണ്ടാൽ എടുത്തേക്കണല്ല കുട്ടി പോണ സ്ഥലമാണെങ്കിന്റെ ബോധം നല്ലോണം ഉണ്ടായിക്കൊണ്ടേ അനക്ക് തിരിച്ചു കൊണ്ടേക്കാൻ പറ്റേ ഇവിടുക്ക പിന്നെ കൊണ്ടുവരുന്നത് കൊണ്ടേക്ക റൂമിൽ ആ ടീഷ ബേബിക്ക് കൂടെ നടക്കുന്നത് ആണുങ്ങളോട് എത്ര വട്ടം പറഞ്ഞാലും എനിക്കൊന്ന് കണ്ട സ്റ്റാപ്ലെയറിന്റെ പിന്നെ ഇപ്പൊ തന്നെ തൊള്ളിക്കിടണ്ടേനി ഇത് കണ്ടിട്ടില്ല നിങ്ങളെ ചെറിയിൽ ഈ സാധനം ഉണ്ടാവുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല അതിനാണ് എനക്ക് എന്റെ തള്ളക്കൊക്കെ പൊട്ടുക കേട്ടോ ഇനി മേലാല് കുട്ടിന്റെ തൊള്ളയിൽ എന്തെങ്കിലും ഇടുന്ന സ്ഥലത്ത് കുമ്പിടാൻ മടിച്ചങ്ങാണ്ട് എടുത്തക്കൂല ഓള് കണ്ടുകാണ്ട് ഓള് ഓക്ക് തോന്നി ഓള് എടുത്തക്ക ഞാൻ അങ്ങനത്തെ തന്നെ ഞാൻ അങ്ങനത്തെ തന്നെ ഞാനേ അനക്ക് ഇവിടെ ചെല്ലും ചെലവും തന്നാണ് അന്നെ ഇവിടെ വളർത്തുന്നത് അതിന് ആക്ക് ഞാൻ ഉണ്ടാക്കണേനല്ലേ ചെല്ലും ചെലവും തെറ്റിയാണ് അന്നെ ഇവിടെ വളർത്തുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എങ്ങനെ എന്നെ കൊണ്ടടക്കണം എന്നില്ല കേട്ടോ എനിക്കെതിരെ എന്റെ നാവോ കയ്യോ ഉയർന്നാൽ അന്ന് എന്റെ അന്ത്യമായിരിക്കും മനസ്സിലായിക്ക എന്ത് ഇപ്പൊ തന്നെ ഉയർത്തന്നാല് അത്രക്ക് തയ്യുണ്ടോ നോക്കാലോ എന്താണ് എന്താണ് എന്റെ പ്രശ്നം ആ എന്തിനാണ് ഇവിടെ വലത്തുന്നത് എന്റെ ചാനലിൽ എന്തിനാണ് വലത്തുന്നത് നോക്കാ
ആ മഞ്ഞൾ വെച്ചോ തേനീച്ചെത്തിട്ട് അല്ല എങ്ങനെയുണ്ട് അടി കിട്ടിയപ്പോ എങ്ങനെയുണ്ട് സമാധാനമായില്ലേ പറഞ്ഞാ കേക്കണം കേട്ടോ എപ്പോഴും പറഞ്ഞ അപ്പൊ കേക്ക് ഇപ്പിച്ച് എന്താ പറഞ്ഞത് കേക്ക് ഓക്കെ മനസ്സിലായില്ലേ ഇനായാ എങ്ങനെയുണ്ട് അടിച്ചിട്ട് ജിബ്രാനെ പൂസിയപ്പോ ഇങ്ങോട്ട് നോക്കി പറയ് ഇങ്ങോട്ട് നോക്ക് ക്യാമറയ്ക്ക് നോക്ക് സബ്സ്ക്രൈബേഴ്സ് ആരും ചോദിക്കണ്ട് ഇങ്ങോട്ട് നോക്ക് പൂപ്പപ്പാനെ നോക്ക് അടിപൊളിയല്ലേ അടിപൊളി സൂപ്പർ ആയിക്കണ് ദിശ ബേബി ആക്കണാണ് അന്തം മുട്ട് കുത്തിരിക്കണ് ആരെ പൈപ്പ് പറഞ്ഞിട്ടിക്കണത് എന്തിനാ പൈപ്പ് ഇറക്കണേ എന്തൊക്കെ പണി വെള്ളം കുടിച്ചണ്ട ചോന്നു പട്ടിണി കിടന്നോളാ ഇജയ് ഇത്രയും വെള്ളം ചെയ്യ് എനക്ക് ഒരാൾക്ക് കുടിച്ചാൽ 4 ലിറ്റർ വെള്ളം കളഞ്ഞിക്കണല്ലേ ജി കേട്ടോ എനക്കൊരു മറ്റേ കുപ്പിൻ്റെ അടപ്പിൽ കുടിച്ചിന വെള്ളത്തിന് ഇവിടെ എന്നാ ബ്രോ നീ വെള്ളം പേർക്ക് തുറന്നു വിടുവോ ഇബ്രാഹിം അയിമ നീച്ച് പോയിക്കോ ഞാൻ അത് മറച്ചേണ്ടി വരില്ല എനിക്ക് കാലിമ ഞാൻ പറഞ്ഞു ബൈക്ക് നിർത്തിയിട്ടാൽ അയിമ കയറാൻ വലുത്താൻ നിൽക്കരുത് നീ ചെയ്യുന്നു എന്ത് കേട്ടില്ല ഉറക്കെ പറഞ്ഞാലോ കേക്ക നിങ്ങളൊന്ന് പോകുമോ ഞാൻ അറിഞ്ഞിട്ട് ജി നിങ്ങളൊന്ന് പോകുമോ മുത്താനതേ എന്താ കരിഞ്ഞു കൊടുക്കണേ അടി പിടിച്ചോ ഗ്യാസ് കണ്ടോക്കാണ് ഒരു ചോറ് ഇപ്പൊ ഗ്യാസ് ഇല്ലാറ് ഗ്യാസ് ഉണ്ടെന്നു അരി ഇല്ലാറ് അരി ഉണ്ടെന്നു ഇപ്പൊ ചോറ് കരിഞ്ഞു അതല്ലേ ഞാനിത് വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് വെള്ളം വറ്റാൻ വേണ്ടി കണ്ട് വെച്ചതാണ് അപ്പോഴാണ് ടിഷ അവിടെ അപ്പിട്ട് പറഞ്ഞത് ഇനി പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയപ്പോ ഇതിന്റെ കാര്യം മറന്നതാണ് ഓരോരോ വണ്ടിയും വരും ഗ്യാസ് ഗ്യാസ് നിങ്ങൾക്ക് ഉണ്ട് അങ്ങനത്തെ പുതിയ എണ്ണാള് എന്തോ പുക ചോയ്ക്കുണ്ട് ഇതെന്തെങ്ങനെ പുതിയ ചോറ് തിന്ന് വെച്ചതാ തിന്നാൻ പറ്റുണ്ടോ നോക്ക് കയ്യായൊന്നുമില്ല മൂക്ക് വെത്തിയാൽ മതി അടി പിടിച്ചിട്ടുണ്ടല്ലേ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഗ്യാസ് തുറന്നിട്ട് കണ്ട് പോകും ഞാൻ ആലോചിച്ചിട്ട് എത്തപ്പോ ചോറ് ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്ത ചോറ് വെച്ച് കണ്ട് തീയിട്ടിച്ച് പോയി എനിക്കറിയാം ഞാൻ എന്തെങ്കിലും കാട്ടാൻ വെച്ചതാണ് എഴുതിയിട്ടാണേ ഓഫാക്കി കൂടെ കാക്കോ എന്നിട്ടാണ് അതിനെ എന്റെ തൊള്ളിയില്ല കേക്കാൻ അല്ലേ ഞാൻ എന്തിനാ തൊള്ളിയില്ല കേൾപ്പിച്ച നിങ്ങൾക്ക് അറിയൂലേ ഞാൻ ഇവിടെ പറയണോ പിന്നെ റാഷിദാ കുഞ്ഞിമാ കുറച്ചേരം ആവി പോയിക്കോട്ടെ എന്നാ പിന്നെ ഉപയോഗിക്കാം പറ്റടി തന്നെ എടുക്കണ്ട ഇത് മതിയോ ഇന്നോടാ ചോദിച്ചത് അത് മതിയോന്ന് അനക്കെല്ലാവരും എത്ര ആവശ്യമുണ്ടെന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ നോക്ക് എന്ത് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ ഇബ്രാഹിമേ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ എടി ഓനെ കൊണ്ടോട്ടെ നീ കൊണ്ടോട്ടെ ആ ഞാൻ ഇന്നലെ അബ്രുവിനോടേ അബ്രുവാ എടാ ഉദാനോട് ഞാൻ പറഞ്ഞേ ആന്തിക്ക് ജയ് പറയണ എന്താ നമുക്ക് ഇന്ന് ചായ കുടിച്ചാൻ പോകുകയല്ലേ അന്തിക്ക് എനിക്ക് നിങ്ങൾക്ക് മദ്രസ സ്കൂള് നിങ്ങളോട് ഓല് പറയണ മാതിരി നിങ്ങളെ ചുണ്ടെന്താണ് ഇതായിക്കണം പൊട്ടിക്കണം അപ്പം കഴിഞ്ഞോടെ ആയിക്കോട്ടെ വല്ലായി നിങ്ങൾ പറഞ്ഞതാണെന്ന് ഞാൻ പറയൂല അപ്പൊ ഞാൻ പറഞ്ഞേ അതൊന്നുമല്ല വിഷയം ഇവരോട് തമാശയിൽ പോണില്ല പറഞ്ഞാല് ഓര് തുടങ്ങും അളക്കം ഇപ്പൊ പോണില്ല എന്ന് പറഞ്ഞാല് എന്നായിക്കോട്ടെ പോണ്ട കഴിഞ്ഞില്ല പണി എന്നായിക്കോട്ടെ പോണ്ട പറഞ്ഞാണ്ട് വന്ന് കടന്നുറങ്ങണം അല്ലാതെ നൊലോളിച്ചരുത് ഇട്ടോ ചീച്ചിലാകരുതേ അപ്പൊ അടി കിട്ടും ആയിക്കോട്ടെ പറഞ്ഞാണ്ട് ഓനവിടെ പോയി കടന്നുറങ്ങി ഞാൻ വന്നപ്പോഴൊക്കെ ഉറങ്ങിയാണ് ഓനെ ടൂർ പോയി വന്നിട്ടേ നല്ല ക്ഷീണുണ്ടായിന് അബ്രുവിന് അതുകൊണ്ടാണ് ഗൈസ് അപ്പൊ നമ്മളന്നത്തെ വ്ളോഗിലേ നമ്മളെന്ന് നമ്മളെ ചോറിനിടുന്ന പേരെന്താ അറിയോ നമ്മളെ ചോറിനിടുന്ന പേര് സൈനബ എന്നാണ് സൈനബ അപ്പോൾ ഈ പേര് നമ്മളിനി ചോദിക്കും കമൻസിൽ നിങ്ങൾ
എന്താ നമ്മളെ ഈ ചോറിൻ്റെ ഇന്ന് നമ്മളെ ചോറിനിട്ട പേരെന്താന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് അതിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. അതിന് ഉത്തരം പറഞ്ഞ ആള് ഈ ചോറിൻ്റെ പേരെന്താന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മളെ വീഡിയോനെ പറ്റിയുള്ള നല്ലൊരു അഭിപ്രായം പറയണം. അതിന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, സമ്മാനം കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഫെമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കമൻറ്റിന് ഇത് കിട്ടിയത് അല്ലേ, കമൻറ്റിന് ഫെമിൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഓല് നമ്മളെ അഡ്രസ്സൊക്കെ അയച്ചു തന്നിക്കണ്. അപ്പോൾ നമ്മൾ ഒരാൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ട് കൊറിയർ ഓഫീസിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു 5 ആൾ 6 ആളൊക്കെ ആയാലുള്ള അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇന്നലത്തെ കമൻറ്റ് നോക്കിയിട്ടില്ല. ഇന്നലത്തെ കമൻറ്റ് നോക്കാണ്ട് കേട്ടോ, അത് ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ കേസ് നമ്മളെ ചോറിൻ്റെ പേര് കണ്ടെത്തുന്ന പോലെ ഇതാണ് നല്ല കമൻ്റ് അടിച്ച് ചോറിൻ്റെ പേര് കണ്ടെത്തി അത് അതിൽ ആ കമൻറ്റിൽ ടൈപ്പ് ചെയ്ത് വിടണ ആക്കാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ ചുരിദാർ സമ്മാനം. ഓക്കെ, അപ്പോൾ അത് മറക്കണ്ട, വീഡിയോ ഫുള്ള് കാണണം. ഓക്കെ, എന്നിട്ട് എന്താ വർത്താനം, സുഖമല്ലേ എല്ലാവർക്കും, റാഹത്തല്ലേ? അല്ലേ, ആണോ അല്ലേ അത് പറയും. ആര് എന്തിന് അത് പറഞ്ഞ എന്നെ കരുതല്ല ഞാനോ കുട്ടി അപ്പി മൂത്രട്ട് അതിൽ തൊട്ട് ഇപ്പൊ ചമ്മക്ക് മേലെ നിന്നില്ല ചായ കൊണ്ട് എന്താ രാത്രി ഫുഡ് കഴിക്കില്ലെങ്കിലും ഇവിടെ അതിനില്ല ചോറന്നെ, ഇവിടെ ഔത്തുനിന്ന് തന്നെ കഴിക്കാൻ പറ്റാത്ത കോലത്തിലാണ് ഇവിടുത്തെ ചോറ്. ചോറ് കഴിഞ്ഞത് അടുപ്പ് പോയിക്കാട്ടോ, അതിനെ കൊണ്ട് കുഞ്ഞാലും കൊണ്ട് ആയിക്കോട്ടെ കയറണേ ഇറങ്ങാം. ഞാൻ വാങ്ങുന്നോ എന്താ കുഞ്ഞോളിന്റെ കുട്ടിക്ക് മാമൊന്നും തരുന്നില്ല? ആയിക്കോട്ടെ, ആ രാത്രി ആലോചിക്ക. ചെലപ്പോ ഫ്രിഡ്ജ് അടച്ച എന്തിനാണ് ഇതൊക്കെ വെറുതെ കുറെ നേരം ആലോചിച്ച മേലെ ഇങ്ങനെ വളർത്തണം. ഇതിനെന്താണ് സ്കൂൾ ഉണ്ടായിക്കോട്ടെ. നിങ്ങളിന്ന് സിനിമ കണ്ടോട്ടെ ടി വിയിൽ ലോലിപോപ്പ് പ്രിംഗോസ് എന്താ ലേസ് പോക്കോട്ട് ആയിക്കോട്ടെ ഗൈസ്.